എൻ്റെ പേര് ജോയ്. പി.എൻ. പണിക്കർ ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വരിക കാണാമെന്നൊക്കെ ഉള്ളത് ഭയങ്കര വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. അതിതുവരെ നടന്നില്ല. ഇപ്പോൾ നടന്നപ്പോഴേക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഇതും ചേർത്ത് വെക്കാം, നിമിഷങ്ങളിൽ ഇതും ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റിയിരുന്നുള്ളതാണ്. ഇന്ന് അറ്റൻഡ് ചെയ്ത ഓരോ ക്ലാസ്സിൻ്റെ ഓരോ ഭാഗങ്ങളായാലും അത്രയേറെ ഹൃദ്യമായ രീതിയിൽ, അത്രയേറെ ലാളിത്യമേറിയ രീതിയിലാണ് സാർ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയുള്ള ഓരോ പ്രദേശങ്ങളും അത്രയേറെ മനസ്സിലേക്ക് തട്ടും വിധം എന്തോ ഇവിടെ തങ്ങി നിൽക്കുന്നുണ്ട് എന്നൊരു തോട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴും മനസ്സിലെപ്പോഴും ഉണ്ടാവും. താങ്ക് യു. Hi, I am Megha Santosh from P.N. Panikkar Medical Ayurveda College. This place so different and a different experience to give me than Sridharan Mash. I think its name. It's a very good class for our who I am I. എന്ന് കൂടുതൽ കുറച്ചുകൂടി ചിന്തിക്കാൻ പറ്റിയ ഒരു മൊമെൻ്റ് ആയിരുന്നു. ലൈഫിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഹൂ ഐ ആം ഐ എന്നുള്ളൊരു ആ ഒരു ക്വസ്റ്റ്യൻ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അപ്പം നമുക്ക് അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് കൂടുതൽ എനിക്ക് ചിന്തിക്കാൻ പറ്റി. പിന്നെ ഒരു കുറച്ചു നേരം മെഡിറ്റേഷൻ പോലെ കുറച്ചു നേരം കണ്ണടച്ചിരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് ശരിക്കും സൂപ്പറായിരുന്നു. ഇപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഇപ്പോൾ പേരൻസിനെ പറ്റിയും അല്ലെങ്കിൽ അച്ഛൻ അമ്മ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം അതിനൊക്കെ പറ്റി ഒത്തിരി ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു മോട്ടീവ് തന്നു. ശരിക്കും അടിപൊളിയായിരുന്നു. പിന്നെ പരസ്പരം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. എല്ലാവരോടും ചോദിക്കുകയും അവരവരുടെ കാര്യങ്ങൾ പറയുകയും ശരിക്കും ഒരു ഇൻട്രാക്റ്റിംഗ് ക്ലാസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര കാമാണ്, ക്വയറ്റാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. നമസ്തേ, എൻ്റെ പേര് ശ്രീനിധി കെ ഭട്ട്. ഞാൻ P.N. പണിക്കർ സൗഹൃദ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ BMS വിദ്യാർത്ഥിനിയാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി തോന്നി. അതിനുശേഷം ക്ലാസ് തുടങ്ങിയപ്പോഴാണെങ്കിലും ഇത്രയും ഉയരങ്ങളിലേക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റും, ഇത്രയും വൈഡായിട്ട് നമുക്ക് ചിന്തിക്കാമെന്നുള്ള ഒരു കാര്യം സത്യം പറഞ്ഞാൽ റിയലൈസ് ചെയ്തു. പിന്നെ അതേപോലെ ഏറ്റവും അവസാനം മെഡിറ്റേഷൻ പോലെ സാറ് പറഞ്ഞു തന്നിരുന്നു. അതിൽ എൻ്റെ വീടും അതേപോലെ അതിനുശേഷം നമ്മുടെ അയൽക്കാരും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും അതിനുശേഷം ഈ ഇന്ത്യ രാജ്യവും ഭൂമിയും പ്രപഞ്ചത്തെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിലെ ചെറിയൊരു പാർട്ട് മാത്രമാണ് ഞാൻ എന്നും അതേപോലെ ഇത്രയും വൈഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്നൊക്കെ ഈ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇന്നത്തെ ശ്രീധരൻ മാഷിൻ്റെ ക്ലാസ് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന ഞാനല്ല ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അതായത് പല കാര്യങ്ങളും മനസ്സിലാക്കാനും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും മാറ്റി നിർത്താനും എനിക്ക് സാധിക്കുന്ന ഇപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ ഞാൻ ജീവിതത്തിൽ ഞാൻ ഡെയിലി നാമജപം നടത്താറുണ്ട്. അത് തന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധാം മേധാം യശഃ പ്രജ്ഞാം വിദ്യാം ബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം തേജ ആരോഗ്യം ദേഹിമേ ജഗദീശ്വര എന്ന. അപ്പോൾ അതിൽ തന്നെ ശ്രദ്ധയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നും സാറ് വളരെ മനോഹരമായി തന്നെ എളുപ്പമായ രീതിയിൽ തന്നെ എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ओके, गुड आफ्टरनून, नमस्ते. मेरा नाम प्रणव कोहली, PNPS आयुर्वेदा मेडिकल कॉलेज. सो पहले तो धन्यवाद आपका जो आपने हमको इनवाइट किया, और आज के सेशन के लिए भी बहुत धन्यवाद, क्योंकि आज के सेशन की वजह से हमको बहुत ज़्यादा मोटिवेशन मिला, हमको एक टारगेट मिले और एक वे मिला हमको कि कैसे हम गोल्स को अचीव करें. मोटिवेशन मिला. फिर डेली रूटीन में क्या क्या करना है, कैसे प्लान करना है, वो सब सर की वजह से हमें मालूम पड़ा. फिर जो कनेक्शन हुआ हमारे स्टूडेंट्स में, जो PNPS के जो हम स्टूडेंट्स हैं फर्स्ट ईयर टू फाइनल ईयर, वो उसमें जो कनेक्शन बढ़ा, क्योंकि वो सेशन इतना अच्छा गया कि उसकी वजह से हमारे जो रिलेशंस थे उनमें ज़्यादा अच्छे से वो डीपली गए वो रिलेशन, और कनेक्शन ज़्यादा बढ़ते गए. और താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. എൻ്റെ പേര് ഫാരിസ്. ഞാൻ PNPS ആയുർവേദ കോളേജിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു ആശ്രമത്തിൽ ഞാൻ വരുന്നത്. ഫസ്റ്റ് ടൈമാണ്. വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട് ഇവിടെ കാണാനും പിന്നെ കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ട് ഒരുപാട് ഡൈവേഴ്സിറ്റി ഇവിടെ ഉണ്ട്. പിന്നെ
ഞങ്ങളൊരു സെഷൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം ഹെൽപ്ഫുള്ളായി. മൈൻഡിൽ നല്ല മോട്ടിവേഷനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഉത്തമ പൗരനായിട്ടും നല്ലൊരു സമൂഹത്തിൽ എങ്ങനെ വളരാനെന്നും പിന്നെ നമ്മുടെ മാതാപിതാക്കളോടും ബാക്കിയുള്ള എല്ലാവരോടും സമൂഹത്തോടും എത്രത്തോളം നമ്മൾ നീതി പുലർത്തണമെന്നും അവരോട് എങ്ങനെ സംസാരിക്കണമെന്നും ഏത് വിധത്തിൽ ബിഹേവ് ചെയ്യണമെന്നും എന്നുള്ളൊരു നല്ലൊരു രീതിയിലുള്ളൊരു ക്ലാസ് ആയിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സെൽഫ് മോട്ടിവേഷൻ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു അത് നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഈ സെഷനിൽ നമ്മളെ ഒരുപാട് പേര് നല്ലൊരു എൻജോയ്മെൻറ്റ് ആയിട്ടുള്ള ഒരു അവസരമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു അവസരത്തിന് നമുക്ക് സാഹചര്യം ഒരുക്കി തന്നതിനും എല്ലാത്തിനും താങ്ക്സ്. Hello, I am Dr. Navya from PN Panikkar Ayurveda Medical College. Today I got the opportunity to attend a very interactive session by Sridharan sir at Anand Ashram. Actually, first of all, what I realized is our college is very near to this place, but we never got a chance for this mutual interaction. And what I realized is in our Shastra, in the Brihatrayis, among the Brihatrayis of Ayurveda, one of the texts is Charaka Samhita. Many of the points when Sridharan sir was saying, I was realizing that yes, this has been said in my Shastra also. Like, first of all, we have to learn. We have many things to learn from each other. This I realized. Because in our Shastra it is told that Acharya Sarvacheshtasu Loka Eva Hi Dhimatah. That every other person around you is someone who will act as a teacher. You can learn different things from them. So I got a chance to learn many things from Sridharan sir. And also many a times we see terminologies in Ayurveda Shastra like dhyana. Sir very interestingly explained it that when we do everything consciously in our life, it can be called as dhyana. So it was very useful session, and I hope that it will be very useful for all the students who had come with me to participate for the session. And tomorrow when they come for the class, they will have more energy to attend the class, more focus in their lives. Thank you. ഞാൻ ഡോക്ടർ ലിജി ജോസഫ് PNBS ആയുർവേദ മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പലായി ജോലി ചെയ്യുന്നു. ഇവിടെ നടന്ന ഒരു ക്ലാസ് ഞങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജീവിതഗന്ധിയായ അറിവ് കൊണ്ട് മാത്രമേ യഥാർത്ഥമായ അറിവ് നേടാൻ സാധിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ നേടിയാലും മനസ്സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതത്തിൽ മാത്രമേ യഥാർത്ഥമായ ജീവിത ലക്ഷ്യം നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു അറിവ് കൂടിയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ആരാണെന്ന് തിരിച്ചറിയുകയും ഞാൻ സന്തോഷിക്കുന്നതോടൊപ്പം എൻ്റെ ചുറ്റുപാടുമുള്ളവർ കൂടെ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥമായ സന്തോഷം, പ്രകൃതി നൽകുന്ന സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു അറിവാണ് ഈ ഒരു ക്ലാസ് ഞങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. എപ്പോഴും ഞാൻ എന്ന രണ്ടക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന നമ്മളെല്ലാവരും നമ്മൾ എന്ന അല്ലെങ്കിൽ ഞങ്ങൾ എന്ന വിശാലമായ ലോകാർത്ഥത്തിലേക്ക് വരണമെന്നുള്ള ഒരു ആവശ്യകത കൂടിയാണ് ഈ ക്ലാസ് ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ആനന്ദസമത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വിഭാഗീയത ഒന്നുമില്ലാതെ എല്ലാ മതസ്ഥരെയും പ്രകൃതിയുടെ ഒരു തണലിലേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ഈ ഒരു വിശാലമായ പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ക്ലാസ്സിന് വരാൻ സാധിച്ചു തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയതും ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ആധ്യാത്മിക ശക്തി, അതിൻ്റെ പിൻബലം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയോ വർഷങ്ങളായി ഈ ഒരു പ്രസ്ഥാനം ഇത്ര ഭംഗിയായി നടന്നുകൊണ്ട് പോകുന്നത് എന്നുള്ള ഒരു വലിയൊരു അവബോധം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ് കൊണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് തന്ന അറിവ് എന്ന് പറയുന്നത് മനുഷ്യൻ എന്നത് രണ്ട് അക്ഷരങ്ങളിൽ ഒതുങ്ങാതെ, ഞാൻ എന്ന രണ്ട് അക്ഷരങ്ങളിൽ ഒതുങ്ങാതെ നമ്മൾ എന്ന വിശാലാർത്ഥത്തിൽ സന്തോഷിക്കുകയും സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ആശയമാണ്. താങ്ക് യു സോ മച്ച്.